നിങ്ങളെ ശരിക്ക് പേരെന്താ? ഷറാഫത്ത്. ഷറാഫ്. അപ്പൊ ഞാൻ ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ്. അപ്പോ ഈ വിഷയം ഞാൻ എൻ്റെതായ സോഴ്സിൽ കൂടി ഞാൻ അറിഞ്ഞത് ഒരു 24 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വന്തം ഭാര്യയുടെ ഗർഭം എടുത്തു, പ്രസവം എടുത്തു എന്നാണ് പിന്നെ എനിക്ക് കിട്ടിയ ഒരു അറിവ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ തെരഞ്ഞു പിടിച്ച് നിങ്ങളോട് അതിനൊരു എന്തായിരിക്കും എന്നുള്ള സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അത് ശേഷമുള്ള കാര്യമാണ്. ഇപ്പോ ഹോസ്പിറ്റലിൽ കാണിച്ച് തുടങ്ങിയതിന് ശേഷം ഹോസ്പിറ്റലിൽ കാണിക്കുന്ന പ്രശ്നമൊന്നുമില്ല, നോർമൽ കാണിച്ച. ഇത് 2-ാം തീയതി നവംബർ 2-നായിരുന്നു പ്രസവം നടക്കുന്നത്. പ്രസവം നടന്ന് രാവിലെ ഒരു ഹോസ്പിറ്റലിൽ പറഞ്ഞ ഡേറ്റ് എന്നായിരുന്നു 2-ാം തീയതി. 2-ാം തീയതി പെട്ടെന്ന് രാവിലെ വേദന വന്ന് രാവിലെ അപ്പം തന്നെ പ്രസവം നടന്നു. പ്രസവം കഴിഞ്ഞ ഉടനെ ഞാൻ തന്നെയാണ് പൊക്കിൾ കൊടി കട്ട് ചെയ്ത്. കാരണം സാധാരണ ഇതിൽ ഇപ്പൊ പറഞ്ഞാൽ ഈ ഉള്ളിൽ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നു പറയും, പക്ഷെ അങ്ങനത്തെ ഒരു ആവശ്യമൊന്നും വന്നിട്ടില്ല. കുഞ്ഞ് പുറത്തേക്ക് വന്നു. കുഞ്ഞ് പുറത്തേക്ക് വന്നപ്പം ഞാൻ തന്നെ പൊക്കിൾ കൊടി കട്ട് ചെയ്തു, കുഞ്ഞിനെ എടുത്തു. കട്ട് ചെയ്യാനുള്ള ഉപകരണങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാനപ്പോ പോയിട്ട് സാധനം വാങ്ങിച്ചതാണ്. പെട്ടെന്ന് ഉണ്ടായൊരു കുഞ്ഞ് പുറത്ത് വന്ന് നിങ്ങൾ കടയിൽ പോയി വാങ്ങിയതിന് ശേഷമാണ് കട്ട് ചെയ്ത്. അപ്പൊ ആ സമയം വരെ ഭാര്യക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ വേദന അങ്ങനെ? പ്രസവം കഴിഞ്ഞു പിന്നെ ഭാര്യ നോർമലായി, കുഴപ്പമൊന്നുമില്ല. പ്രസവിക്കുന്ന സമയത്തുള്ള ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന് കട്ട് ചെയ്തതിനു ശേഷം പിന്നെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത്. പക്ഷെ ഞാനത് കഴിഞ്ഞിട്ട് അന്ന് അപ്പം തന്നെ 11 മണിക്കാണ് പ്രസവിച്ചതെങ്കിൽ ഞാനൊരു 2 മണിയൊക്കെ ആയതോടെ അപ്പം തന്നെ ഞാൻ എന്ത് കെ-സ്മാർട്ട് പറഞ്ഞ ഗവൺമെന്റ് ആപ്പ് ത്രൂ ഞാൻ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഹെൽത്തിനെ കുറിച്ച് ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഇവിടെ നിന്നല്ല വേറെ എവിടെ നീ ആണെങ്കിൽ ഈ 2-ാം തീയതി ഞാൻ അത് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്കില്ലല്ലോ അവിടെ. ഞാനത് അത് ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ അവിടെ ചെയ്തത്. പിന്നെ ഞാൻ കാണിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റും ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞ ഇതുണ്ട്, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് കയ്യിലുണ്ട്. ഇതൊക്കെ ഞാൻ കൊടുത്തിട്ടും അവർക്ക് ഒരു നിങ്ങളുടെ ഭാര്യ ഇതിനൊക്കെ സമ്മതമായിരുന്നു? കുഴപ്പമൊന്നുമില്ല. അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താ പറയുക, എനിക്ക് 28/10/2000 ഡെലിവറി ഡേറ്റ് ആണ് ഹോസ്പിറ്റലിൽ പറഞ്ഞു പറഞ്ഞു. പക്ഷെ പ്രസവിച്ചത് 2/11 മനസ്സിലായില്ലേ? അപ്പോ ഈ 28/10 28-ന് പോയിട്ട് അവിടുന്ന് പിന്നെ മാറ്റിയതാണ്. അതായത് അവിടെ പോയപ്പോൾ ഓപ്പൺ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത് തന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പക്ഷെ പിന്നെ വീട്ടിന്റെ മുകൾ നിലയിലായിരുന്നു താമസം. അപ്പോ വേദന വന്നപ്പോ പോകാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ അവിടുന്ന് തന്നെ, അതായത് അനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു വൈഫിന്റെ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ വേറെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇത് പിന്നെ ഇതിന്റെ ഒരു ധൈര്യം എന്തായിരുന്നു? ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോ എന്റെ ഭാര്യയുടെ പ്രസവം ഞാൻ എടുക്കും എന്നുള്ള ധൈര്യം എന്തായിരുന്നു? നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. വേറെന്താ കോഴ്സ്? ഡിഗ്രി കഴിഞ്ഞാണ്, അക്കൗണ്ടിങ് കോഴ്സ് കഴിഞ്ഞാണ്. അല്ല, ഇപ്പൊ ഞാൻ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അക്യുപഞ്ചറിന്റെ ഒരു കോഴ്സ്. അതിനകത്ത് നമുക്കൊരു സാഹചര്യത്തിൽ പ്രസവം വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ആ ഒരു ആകത്തുക നമുക്ക് പറഞ്ഞു തരും. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഇങ്ങനെ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്താണ് അത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് പ്രകാരം തന്നെ ചെയ്ത് ഒരു വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാരുടെ പേര് നമ്മൾ പറയണ്ട, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആർക്കെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ എന്തെങ്കിലും എന്തെങ്കിലും അതുമായിട്ട് എൻക്വയറി വരികയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, പരാതി കൊടുത്തതിന്റെ എൻക്വയറി ഒന്നും വന്നിട്ടില്ല. പക്ഷെ ബർത്ത് സർട്ടിഫിക്കറ്റിന് കൊടുത്തതിന് ശേഷം കുറെ ആൾക്കാർ വന്നിരുന്നു അവിടുന്ന്, ആശാ വർക്കറും പിന്നെ ഹെൽത്ത് നിന്നും ഒക്കെ വന്നിരുന്നു ആൾക്കാർ. അപ്പൊ അവര് പറയുന്ന ഒരു കാര്യം, അവർ അറിഞ്ഞിട്ടില്ല, ഇതിന് സാക്ഷികളില്ല, പിന്നെ ഹോസ്പിറ്റലിൽ രേഖകളില്ല എന്നാണ് അവര് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ രേഖകളൊക്കെ എല്ലാം കാണിച്ചു കൊടുത്തു, ആഫ്റ്റർ കെയറിന്റെ രേഖകളും കാണിച്ചു കൊടുത്തു. പിന്നെ കൊല്ലത്തിൽ 6 മാസം കൂടുമ്പം എന്തോ ആശാ വർക്കർ വരണം എന്ന് അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടേക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അവര് പറയുന്നത് ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന്, ഞങ്ങൾ സൈൻ ചെയ്തിട്ട് എന്തുമായിട്ട് അവർ തന്നെ സൈൻ ചെയ്ത് കാണിക്കണം. അങ്ങനെ ഒരു സൈൻ തന്നെ നമുക്ക് ഇല്ല. അയൽവാസികൾ ആരെങ്കിലും ഈ പ്രസവം അറിഞ്ഞിരുന്നു? അറിഞ്ഞിരുന്നു. തൊട്ടപ്പുറത്തുള്ള ആൾക്കാരെ അറിഞ്ഞു, അതിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞു, തൊട്ടടുത്തുള്ളവരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ എന്താ പറഞ്ഞത്? അവരൊക്കെ മറ്റവരോടൊന്നും പറഞ്ഞില്ല, നമ്മുടെ അടുത്ത് വന്ന് കാണാനൊക്കെ വന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ അവരോടൊന്നും ചോദിച്ചിട്ടില്ല. അതായത് ഏറ്റവും രസം. നിങ്ങൾ രണ്ടുപേരും അല്ലാതെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? വീട്ടില് ഉമ്മ ഉണ്ടായിരുന്നു, പിന്നെ എന്റെ ഇത്താത്ത ഉണ്ടായിരുന്നു, ഉപ്പ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇതിന് സമ്മതിച്ചോ? ഇല്ല, അവരൊക്കെ പ്രസവിച്ചതിന് ശേഷം ആയത്. ഞാൻ പ്രസവിച്ചതിന് ശേഷം ഉമ്മനെ വിളിച്ചപ്പോ ഉമ്മ വന്നത്. പാപ്പൊക്കെ പ്രസവം കഴിഞ്ഞതിന് ശേഷം ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട് അവരെ അറിയിക്കാൻ. അല്ല, ഈ പ്രസവം നടക്കുന്ന സമയത്താണ് ഉമ്മ അറിഞ്ഞത്. പാപ്പനോട് പറഞ്ഞിട്ടില്ല. പാപ്പ പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് പാപ്പനോട് പറഞ്ഞത്. അപ്പൊ പാപ്പ താഴത്തായിരുന്നു, കിടക്കായിരുന്നു. അപ്പൊ ഞാൻ വന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് പാപ്പനോട് പറഞ്ഞത് പ്രസവിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യാവകാശ പ്രവർത്തനം എന്ന നിലയിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ.
ഇപ്പോ എന്തെങ്കിലും ഒരു അനിഷ്ടം ഒരു ദുഃഖകരമായ എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്തായാലും നിങ്ങൾ ചെയ്യാം? തൊട്ടടുത്ത് തന്നെ നമുക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാലും നമുക്ക് പോകാനുള്ള സാഹചര്യം അവിടെ ഉണ്ട്. അപ്പൊ അതൊരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ അതൊരു വിഷയമായിട്ട്, കാരണം ഉൾനാടുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ പറയാം. തൊട്ടടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടാകുമ്പോൾ നമുക്ക് അതൊരു വിഷയം വരുന്നില്ല അവിടെ. പിന്നെ സാധാരണ എല്ലാവരും ഹോസ്പിറ്റലിലാണ് പോകാറ്. ഇപ്പൊ 2-ാം തീയതി പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ 1-ാം തീയതി ഒക്കെ പോയിട്ട് എന്ത് ചെയ്യും, അവിടെ അഡ്മിറ്റ് ആക്കും. നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ ഹോസ്പിറ്റൽ തന്നെ ആ ശ്രദ്ധ തന്നെ ആ ചിന്ത ഉപേക്ഷിച്ചത്? അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 28-ാം തീയതി പോയ സമയത്ത് സ്വാഭാവികമായിട്ടും 28-ാം തീയതി പോയി 28-ാം തീയതി തന്നെ ആവണം നിർബന്ധമില്ല. മരുന്ന് വെക്കാൻ നമുക്ക് താല്പര്യമില്ല. നമുക്ക് സ്വാഭാവികമായിട്ടുള്ള പ്രസവമാണ് നമുക്ക് താല്പര്യം. ഇപ്പൊ ഇതുവരെയായിട്ടും കുട്ടിക്ക് വാക്സിനേഷനോ മരുന്നുകളോ ഒന്നും വെച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം വെച്ചാൽ നമ്മളെ വാക്സിനേഷൻ കുറെ പ്രശ്നങ്ങൾ ഉണ്ട്. ഇപ്പൊ കേട്ടിട്ടുണ്ട് അറ്റാക്കും കാര്യങ്ങളും കൂടുതൽ നടക്കുന്നുണ്ട്. വാക്സിനേഷൻ കൊണ്ടാണോന്ന് അറിയില്ല, പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വാക്സിനേഷൻ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വാക്സിനേഷനിലെ ട്രസ്റ്റ് ഇല്ല ബൈക്കിന്. അതുകൊണ്ട് വാക്സിനേഷൻ വേണ്ടാന്ന് വിചാരിച്ച്, മരുന്നുകളും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് തന്നെ വിചാരിച്ച്. ഇപ്പം വൈഫ് അവിടെ പോയി കഴിഞ്ഞാൽ 28-ാം തീയതി പോയി കഴിഞ്ഞാൽ എന്തായാലും അവർ മരുന്ന് വെക്കും, ഉറപ്പാണ്. 2-ാം തീയതി വയ്ക്കുന്ന കുട്ടി ചിലപ്പോൾ 28-ാം തീയതി തന്നെ അവർ മുറിച്ചിട്ട് കുട്ടീനെ പുറത്തെടുക്കുകയും ചെയ്യും. അത് വേണ്ട, കുട്ടീൻ്റെ സമയമാകുമ്പോൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് തിരിച്ച് 2-ാം തീയതിയിലേക്കുള്ള ഡേറ്റിലാക്കിയിട്ട് പിന്നെ തിരിച്ചു പോകുന്നത്. അഡ്മിറ്റ് ചെയ്യാൻ ഹോസ്പിറ്റലിൽ പറഞ്ഞിരുന്നു. 28-ാം തീയതി അഡ്മിറ്റ് ചെയ്യാണ്ട് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഇല്ല, അടുത്താണ് വേദന വന്നാ വരാന്ന് പറഞ്ഞിട്ട്. വേദന വന്നപ്പോ വീടിന്റെ മുകളിലായില്ല. അപ്പൊ അവിടെ അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒരു സജ്ജീകരണം ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് തോന്നിയില്ലേ? എന്തെങ്കിലും വിഷയമൊക്കെ വരികയാണെങ്കിൽ പിന്നെ ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ വേണം എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വന്നില്ലേ? ഇല്ല, അപ്പൊ അതൊന്നും ഞാൻ ചിന്തിച്ചില്ല. മറ്റേ അവര് പറഞ്ഞാല് നിങ്ങള് ഗ്ലൗസ് ഇട്ടിട്ടാണോ കുട്ടി പ്രസവം എടുത്തു വെച്ചാല് പെട്ടെന്ന് വരുന്ന സമയത്ത് ഗ്ലൗസ് വാങ്ങിക്കാണ്ട് ആരും ഓടില്ലല്ലോ. അപ്പൊ ആ ഒരു ആ സമയത്ത് അതൊന്നും ചിന്തിച്ചില്ല. പിന്നെ ഇവിടുന്നൊക്കെ ആള് വന്നിരുന്നു, നമ്മുടെ പാർട്ടി പ്രവർത്തകരൊക്കെ വന്നിരുന്നു. അപ്പൊ അപ്പൊ ചോദിച്ചിരുന്നു എന്തെങ്കിലും ആണോ ഹോസ്പിറ്റൽ കൊണ്ടുപോകണം എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ അപ്പൊ ഇത് പ്രസവമൊക്കെ കഴിഞ്ഞ് പിന്നെ ബുദ്ധിമുട്ടുണ്ടായില്ല. ഏതായാലും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഭൂമിയിലേക്ക് വന്നു, നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ ഈ നാട്ടിലേക്ക് പിന്നെ വന്നു. ആ കുട്ടിയുടെ നീതി, ഇവിടുത്തെ പൗരനാന്നുള്ള ഒരു നീതി ആ കുട്ടിക്കുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പരാതി കൊടുത്തത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ നിയമവശങ്ങളൊന്നും നമ്മൾ പറയാൻ ആളല്ല. ഏതായാലും അതിൻ്റെതായ രീതിയിൽ പോകട്ടെ. നിങ്ങൾ നിയമ പോരാട്ടത്തിൽ കൂടി മുമ്പോട്ട് പോകട്ടെ. നമുക്ക് നമ്മൾ കൊണ്ടാവുന്ന നിയമസഹായങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യും എന്നാണ് പറയുന്നത്.